നിൽക്ക് കേട്ടോ, ഞാൻ പുറപ്പെടുകയായി. ഇവരുടെ കാവിലൊന്ന് പോയി തൊഴട്ടെ. നാഗമ്മയുടെ ക്ഷണുണ്ട്. അവിടെ പോവാൻ ഇതൊക്കെ എടുത്തിടണോ? എന്ത് കാവോ എന്ത് ഉത്സവം, ഒറ്റ എണ്ണത്തിന് തലയ്ക്ക് വെളിവുണ്ടാവില്ല. ഞാൻ പറയണ കേക്ക്. അതേ മതി, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെന്തിനാ ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ല, ഇട്ടത് അഴിച്ചു വെക്കണമെന്ന് ഞാൻ പറയണില്ല. ഇത് മതി, ഒക്കെ ഒരു പിഴച്ച കാല. നമ്മൾ വിചാരിക്കണ മാതിരി അല്ല ആളുകൾ. താനോട്ടാ ബാലിനവിടെ പോയി? പുറത്തില്ലേ? ഇല്ല. ആ പോവാച്ചാ പൊക്കോട്ടെ. ഞാനിപ്പൊ ഇവളോട് പറയായിരുന്നു, ഉള്ള സ്വർണ്ണപ്പണ്ടൊക്കെ എടുത്തിട്ട് ഞാത്തി നടക്കണ്ടെന്ന്. കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് ബുദ്ധി തോന്നുക. പശുക്കുട്ടി ലോഹിയാവണുണ്ടോ? രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ? എന്തോ കോഴിയും കള്ളും ഒക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ. റൈറ്ററേ, ഒന്ന് തിരിഞ്ഞേക്കേ. വല്ലവരുടെ സാരി കടം വാങ്ങി വാരി വലിച്ചു ചുറ്റിയതുപോലുണ്ട്. അത്ര പരിഷ്കാരം മതി. പോരാ, ഞാനിനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചിലത്. ആ ആ അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാരണം. അതുകൊണ്ടാ ഞാൻ വരാഞ്ഞ. വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക്, അല്ലേ? ഇനിയും പണി കുറെ ബാക്കിയുണ്ട്. നീ ഒരു ഭാഗ്യവാനാണ്ടോ. ഒരു കൊല്ലം ഞാൻ തുള്ളി തൊട്ടിട്ടില്ല. 2 ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക്. വേണ്ട വേണ്ട, പറ്റില്ല, എന്റെ ഒരു സന്തോഷത്തിന്. 2 ഗ്ലാസ് എടുക്കും, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല, പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്കും. ഇതെന്റെ വക ആഘോഷമാണ്. ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ. നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചന. കഴിക്കേ. നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ല. കഴിക്കേ. ചിലര് വിളിച്ചോടുത്ത് വരും പടച്ചോൻ, അല്ലേ? സേട്ടുവിന്റെ കമ്പനിയിൽ നിന്ന് കടം തരുന്നെന്ന് പറഞ്ഞു ലോറിക്ക്. ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല. അപ്പൊ കാരണം ഒരു ബാക്കി വരില്ലേ? കഴിക്കേ. കഴിക്ക്. ഏയ്,
മിണ്ടണ്ട എന്നോട്. ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ. നിന്റെ അച്ഛൻ കുടിക്കില്ലേ? അതുപോലെയാ? നിനക്ക് ഇഷ്ടമല്ല? വേണ്ട, ഇനി ഞാൻ തൊടില്ല. എനിക്ക് അങ്ങനെ വലിയ കമ്പമൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം, ഇനി തൊടില്ല. എന്ത് രസമായിരുന്നല്ലേ? തമ്പ്രാട്ടി ഇതുവരെ ഇതുപോലത്തെ ഉത്സവമൊന്നും കണ്ടിട്ടില്ലല്ലോ. നിറയെ കൂട്ടമുണ്ടോ? ഇനി നീ പൊയ്ക്കോ. ആ, ഉത്സവം എങ്ങനെ ഉണ്ട്? നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി? അവൻ കുറുകുറു പറയുന്നത് കേൾക്കാൻ വലിയ രസമല്ലേ? ശുശ്രൂഷ ഏത് നേരത്തും കുളൂസവനെ കുറിച്ച് കൂടുന്നുണ്ട്. ഞാൻ തൊട്ടാ മാത്രമേ തമ്പരാട്ടി കൈത്തോളൂ. നേരെ ശരി, ഞാൻ പോട്ടെ. കള്ളക്കഥകൾ ചിലവാലെന്ന് കണ്ട വന്നവൻ പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നിന്നിക്കും പിന്നെ ഞാനൊരുത്തിനും ഉണ്ടാവും. അത് മനസ്സിലായിക്കോ. അവൻ ഏതാ തരമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നത്? കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും. നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കുറെ ചീത്ത പറയും, ഉപദേശിക്കും. അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം. അതാ തെറ്റ്. ഇങ്ങനത്തോരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ. ഈ വാതിലൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവനകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല. രാഘവൻ പറഞ്ഞില്ലേ? അകത്ത് വല്ലാത്ത ചൂടെടുക്കണം. പറയുമ്പോ മകരമാസം കാല.